ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ അത് ഇന്ന് നമ്മൾ വെണ്ടക്കായും മുട്ടയും വെച്ചൊരു തോരൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി സവാള അരിഞ്ഞിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് നാളികേരം ആവശ്യമുണ്ട്, പിന്നെ വെണ്ടക്കായ നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെളിച്ചെണ്ണ പാനിലൊഴിച്ച് സവാള ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞതും പിന്നെ ലൈറ്റായിട്ട് ഉപ്പും പിന്നെ ഒരു 2 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിനകത്തോട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ പൗഡറല്ല, ഫ്ലേക്സ് ആയിട്ടാണ് ഇട്ടേക്കണത് കേട്ടോ. അപ്പോൾ അതൊന്ന് മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്തോട്ട് നമ്മുടെ വെണ്ടക്കായ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടവർക്ക് അങ്ങനെ വേവിക്കാം, ലൈറ്റായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ, അധികം വെള്ളമാവണ്ട. അപ്പോൾ ഞാൻ വെള്ളം അധികം ഒഴിച്ചില്ല, ഒരു ലൈറ്റായിട്ട് തന്നെ ഒഴിച്ചുള്ളൂ. അങ്ങനെ ആവിയിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ള മുട്ട പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ആ പാനിൽ തന്നെ ഞാൻ ലൈറ്റായിട്ട് എണ്ണ ഒഴിച്ച് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് സ്ക്രംബിൾ ചെയ്തെടുക്കാം. അങ്ങനെ അതൊന്ന് ചൂടായി വരുമ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പ് കൂടാണ്ട് നോക്കണം. നമ്മൾ ഓൾറെഡി വെണ്ടക്കായയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുട്ട ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ആരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കതൊന്നെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.